ഫ്രണ്ട്സ്, മലയാളം വീട്ടിലേക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം OTT റിലീസുള്ള സിനിമകളും സീരീസുകളും ഏറ്റവും പുതിയ OTT റിലീസുള്ള സിനിമകളും സീരീസുകളുടെ കംപ്ലീറ്റ് ലിസ്റ്റാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം. അത് നമുക്ക് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം OTT റിലീസുള്ള സിനിമകളും സീരീസുകളൊക്കെ നോക്കാം. അതിൽ ഒന്നാം സീരീസ് എന്ന് പറഞ്ഞ ഒരു ഇംഗ്ലീഷ് സീരീസ് ആണ്. ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ ഭാഗത്തുള്ള ഇംഗ്ലീഷ് സീരീസ് ആണ്. വി വർ ലയേഴ്സ് എന്നാണ് സീരീസിന്റെ പേര്. സീരീസ് ആമസോൺ പ്രൈം കമ്മ്യൂണിക്കേഷൻ OTT റിലീസിനൊക്കെ തന്നെ നമുക്ക് വെയിറ്റ് സീരീസിന് വേണ്ടി മൾട്ടിലാംഗ്വേജ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തും ഒരു ഇംഗ്ലീഷ് സീരീസ് ആണ്. ദ ബക്കാനിയേഴ്സ് എന്നാണ് സീരീസിന്റെ പേര്. സീരീസിന്റെ രണ്ടാം സീസൺ ആപ്പിൾ TV+ വഴി കമ്മ്യൂണിക്കേഷൻ OTT റിലീസിനൊക്കെ തന്നെ നമുക്ക് വെയിറ്റ് സീരീസിന് വേണ്ടി മൾട്ടിലാംഗ്വേജ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത് ഒരു ഇംഗ്ലീഷ് ഡോക്യുമെന്ററി മൂവിയാണ്. സർവൈവിംഗ് ഒഹിയോ സ്റ്റേറ്റ് എന്നാണ് സിനിമയുടെ പേര്. സിനിമ ജിയോ ഹോട്ട്സ്റ്റാർ വഴി കമ്മ്യൂണിക്കേഷൻ OTT റിലീസിനൊക്കെ തന്നെ നമുക്ക് വെയിറ്റ്. അടുത്ത് ഒരു ഇംഗ്ലീഷ് സീരീസ് ആണ്. അമേരിക്ക സ്വീറ്റ് ഹാർട്സ് ഡള്ളർ കൗബോയ്സ് ചീർ ലീഡേഴ്സ് എന്നാണ് സീരീസിന്റെ പേര്. സീരീസിന്റെ രണ്ടാം സീസൺ നെറ്റ്ഫ്ലിക്സ് വഴി ഇംഗ്ലീഷ് ഭാഷയോടെ ഹിന്ദി ഭാഷയിലാണ് ഇന്ന് രാത്രി 12 ശേഷം റിലീസ് നമുക്ക് വെയിറ്റ് സീരീസിന് വേണ്ടി. ഓക്കെ, അപ്പൊ ഇത്രയും സിനിമകളും സീരീസുകളാണ് രാത്രി 12 ശേഷം OTT റിലീസ് ചെയ്യുന്ന സിനിമകളും സീരീസുകളായിട്ടുള്ളത്. ഇനി ഏറ്റവും പുതിയ OTT റിലീസ് ചെയ്യുന്ന സിനിമകളും സീരീസുകളൊക്കെ നോക്കാം. അതിൽ ഒന്നാം സിനിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ മുകേഷ് ഒക്കെ പ്രധാന വേഷം കഴിക്കാൻ കോമഡി ഡ്രാമ ത്രില്ലർ സിനിമയായിരുന്നു. സൂപ്പർ സിന്ദിഗി എന്നാണ് സിനിമയുടെ പേര്. സിനിമ കഴിഞ്ഞ ദിവസം ഫ്ലവേഴ്സ് TVയിൽ പ്രീമിയർ ചെയ്തിരുന്നു. ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിരിക്കുന്നത് സൺനെക്സ്റ്റ് ആയിരുന്നു. സൺനെക്സ്റ്റ് സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്ററും കാര്യങ്ങളും അവർ പുറത്തുവിട്ടിട്ടുണ്ട്. ജൂൺ മാസം 22-ാം തീയതി നമുക്ക് ഈ സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്ക് വെയിറ്റ് സിനിമയ്ക്ക് വേണ്ടി. അടുത്ത് ഒരു കോമഡി ഡ്രാമ ഭാഗത്തുള്ള ഒരു മലയാളം മൂവിയാണ്. എല്ലാം സെറ്റാണെന്നാണ് സിനിമയുടെ പേര്. സിനിമ സിംലി സൗത്ത് വഴി ജൂൺ മാസം 20-ാം തീയതി OTT റിലീസ് ഇറക്കുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത നമ്മുടെ പ്രിയമണിയൊക്കെ പ്രധാന വേഷങ്ങൾ കഴിച്ചൊരു തമിഴ് സീരീസ് ആണ്. ഗുഡ് വൈഫ് എന്നാണ് സീരീസിന്റെ പേര്. സീരീസിന്റെ OTT സ്വന്തമാക്കിയിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. ജിയോ ഹോട്ട്സ്റ്റാറിന്റെ ഭാഗത്ത് കമ്മിങ് സൂൺ പോസ്റ്ററും കാര്യങ്ങളും അവർ പുറത്തുവിട്ടിട്ടുണ്ട്. ജൂലൈ മാസത്തിലെ ഈ സീരീസിന്റെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്ക് വെയിറ്റ് സീരീസിന് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് മലയാളം അടക്കമുള്ള ഭാഷകളും അവൈലബിൾ ആയിരിക്കുന്നതായിരിക്കും. ഓക്കെ, അടുത്ത് ഒരു ഡയറക്റ്റ് OTT റിലീസിന് ഒരുക്കുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഹെഡ് ഓഫ് സ്റ്റേറ്റ് എന്നാണ് സിനിമയുടെ പേര്. സിനിമ ആമസോൺ പ്രൈം വഴി ജൂലൈ മാസം 2-ാം തീയതി OTT റിലീസ് ആണെന്നാൽ നമുക്ക് വെയിറ്റ് ആവുന്നതാണ്. ഇറങ്ങുന്ന സമയത്ത് മലയാളം അടക്കമുള്ള ലാംഗ്വേജുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് വെയിറ്റ് ആവുന്നതാണ്. അത് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന സിനിമയാണ്. നമ്മുടെ മമ്മൂക്ക, ഗൗതം വാസുദേവനൊക്കെ പ്രധാന വേഷം കൈകാഴ്ച ഒരു ഗെയിം ആക്ഷൻ തമിഴ് സിനിമയായിരുന്നു. ബസൂക്ക എന്നാണ് സിനിമയുടെ പേര്. സിനിമയുടെ OTT സ്വന്തമാക്കിയിരിക്കുന്നത് C5 ആണ്. C5 സിനിമ എന്ന് റിലീസ് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ജൂൺ മാസം 20-ാം തീയതി പ്രിൻസ് ആൻഡ് ഫാമിലി C5 റിലീസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അതായത് അടുത്ത മാസം ബസൂക്ക എന്ന സിനിമ നമുക്ക് C5 വഴി പ്രതീക്ഷിക്കാവുന്നതാണ്. എക്സ്പെക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ജൂലൈ മാസം 15-ാം തീയതിയോ അല്ലെങ്കിൽ ജൂലൈ മാസം 20-ാം തീയതിയോ ആയിട്ട് സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്ക് വെയിറ്റ് സിനിമയ്ക്ക് വേണ്ടി. ഓക്കെ, അപ്പൊ എത്ര പേരാണ് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് കമന്റ് ബോക്സ് വഴി ശ്രമിക്കാം. അടുത്ത് ഒരു റൊമാൻറ്റിക് ഡ്രാമ ഭാഗത്തുള്ള ഹിന്ദി മൂവിയാണ്. ആ ജയ്സെ കൊയ് എന്നാണ് സിനിമയുടെ പേര്. സിനിമ നെറ്റ്ഫ്ലിക്സ് വഴി ജൂലൈ മാസം 11-ാം തീയതി ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്യുന്നത് നമുക്ക് വെയിറ്റ് ആവുന്നതാണ്. അടുത്ത നമ്മുടെ പ്രഭു ഒക്കെ പ്രധാന വേഷം കൈകാഴ്ച ഒരു കോമഡി ഡ്രാമ ഫാമിലി എന്റർടൈൻമെന്റ് ഭാഗത്തുള്ള സിനിമയാണ്. രജ പുതിരൻ എന്നാണ് സിനിമയുടെ പേര്. സിനിമയുടെ OTT സ്വന്തമാക്കിയ സിംപ്ലി സൗത്ത് ആണ്. സിംപ്ലി സൗത്ത് വഴി സിനിമയുടെ റിലീസ് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്ററും കാര്യങ്ങളും ഒരു പുറത്തുവിട്ടിട്ടുണ്ട്. ഈ ജൂൺ മാസത്തിലെ സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അടുത്ത ഒരു റൊമാൻറ്റിക് ഡ്രാമ ഭാഗത്തുള്ള ഒരു തമിഴ് മൂവിയാണ്. സേം നല്ല പസംഗ എന്നാണ് സിനിമയുടെ പേര്. സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ള ആഹാ തമിഴാണ്. ആഹാ തമിഴ് വഴി സിനിമ ജൂൺ മാസം 20-ാം തീയതി OTT റിലീസ് ഇറക്കുന്നത് നമുക്ക് വെയിറ്റ് ആവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇന്ന് ജൂൺ മാസം 17-ാം തീയതിയാണ്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം OTT റിലീസാകുന്ന സിനിമകളും സീരീസുകളും ഏറ്റവും പുതിയതായിട്ട് OTT റിലീസാകുന്ന സിനിമകളും സീരീസുകളുടെ കംപ്ലീറ്റ് ലിസ്റ്റാണ് നമ്മൾ തമ്മിൽ പരിശോധിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ലിസ്റ്റിൽപ്പെട്ട ഏതൊക്കെ സിനിമ സീരീസാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സ് വഴി ശ്രമിക്കുക. പിന്നെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെന്ന് കാണാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്കും വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കാം. എല്ലാവരും ഫോളോ ചെയ്യുക, അതിലൊന്നും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്ര തന്നെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കഴിയുക. അപ്പോൾ അടുത്തൊരു പുതിയ കിടന്നുകൾ കാണുമായിരിക്കും.